ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആര്? ഹിസ്റ്ററി ഓഫ് കേരള സർദാർ KM പണിക്കർ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? 1.25 കോടി മലയാളികൾ. EMS നമ്പൂതിരിപ്പാടിന്റെയാണ് 1.25 കോടി മലയാളികൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ. ഇന്ത്യയും ചൈനയുമാണ് 1954 പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ചത്. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? നാനാ സാഹിബ് നേതൃത്വം നൽകിയത് കാൺപൂരിലാണ്. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? ഫിലാഡൽഫിയ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? അന്റോണിയോ ഗുട്ടറസ് ആണ് ഇപ്പോഴത്തെ. അദ്ദേഹം പോർച്ചുഗീസുകാരനാണ്. താഴെ തന്നിരിക്കുന്ന പദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ചക്രവാദമാണ്. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. അത് സി ആണ്. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്ന ശിലയാണ് ആഗ്നേയശില എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. എന്താണ് ക്ലിഫ്? ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ് ക്ലിഫ്. ക്ലിഫിന് ഉദാഹരണമാണ് വർക്കല ക്ലിഫ്. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപമെന്ന് തിരിച്ചറിയുക. കൂട്ടത്തിൽപ്പെടാത്തത് ടെറായി ആണ്. ടെറായി ഒരു റിവർ ഡിപ്പോസിഷൻ ഭൂരൂപമാണ്. ബാക്കി 3 മരുഭൂമിയുമായി ബന്ധപ്പെട്ടാണ്. 11 ക്യാൻസലാണ്. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ഫോർട്ട് വില്യം കൊൽക്കത്തയിലാണ്. ഫോർട്ട് വില്യം. ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്ന പ്രസ്താവനകളാണ്. വ്യവസായ സേവന മേഖലകൾ സർക്കാർ പങ്കാളിത്തം കൂട്ടുക. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന. അത് തെറ്റാണ്. കുടിൽ വ്യവസായങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. അതും ശരിയാണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ചാണക്യൻ അർത്ഥശാസ്ത്രം. അത് ശരിയാണ്. അമർത്യ സെൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം ശരിയാണ്. മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ് ശരിയാണ്. ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം തെറ്റാണ്. അദ്ദേഹത്തിൻ്റെത് ചോർച്ച സിദ്ധാന്തമാണ്, ഡ്രെയിൻ തിയറി. താഴെ തന്നിട്ടുള്ളവയിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തിയാണ്. പത്മവിഭൂഷൺ ലഭിച്ചത് പത്മ സുബ്രഹ്മണ്യത്തിനാണ് 2024. ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. മൂലധനത്തിന്റെ സവിശേഷതയാണ്. മൂലധനം ക്യാപിറ്റലാണ്. മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂലധനത്തിലുള്ള പ്രതിഫലം ലാഭമാണ്. തെറ്റാണ്. മൂലധനത്തിലുള്ള പ്രതിഫലം ലാഭമല്ല, ഇൻട്രസ്റ്റ്, പലിശയാണ്. ലാഭം ഓർഗനൈസേഷന്റെ പ്രതിഫലമാണ് ലാഭം. പ്രസ്താവന 1ഉം 2ഉമാണ് ശരി തന്നിട്ടുള്ളവയിൽ. ചുവടെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിമാരായിട്ടുള്ളവർ ആരെല്ലാം എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് 3 പേരും നിർമ്മല സീതാരാമൻ, മൊരാർജി ദേശായി, ചരൺ സിംഗ് എന്നിവരെല്ലാം ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിമാരായിട്ടുള്ളവരാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്. അത് ശരിയാണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണുള്ളത്. അതും ശരിയാണ്.
ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്നും അറിയപ്പെടുന്നത് തെറ്റാണ്. ചണനാര് അറിയപ്പെടുന്നത് ഗോൾഡൻ ഫൈബർ എന്നാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് അത് പരുത്തിയാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ആൻസർ. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് 91ാം ഭേദഗതിയാണത്. അത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകളാണ് കണ്ടുപിടിക്കേണ്ടത്. 2 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു. അത് തെറ്റാണ്. 1/3 ആണ് പിരിഞ്ഞു പോകുന്നത്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ശരിയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ശരിയാണ്. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ പ്രസ്താവന 2, 3, 4 മാത്രമാണ് ശരി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. PK തുങ്കൻ കമ്മിറ്റി. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ്. 4ാം അധ്യായം നിർദ്ദേശ തത്വങ്ങളാണ്, DPSP. അതിൽ ഉൾപ്പെടാത്ത പ്രസ്താവന കണ്ടുപിടിക്കേണ്ടത്. തുല്യ ജോലിക്ക് തുല്യവേതനം, അത് DPSP ആണ്. ഏകീകൃത സിവിൽ കോഡ്, അത് DPSP ആണ്. ഭരണഘടനാ സ്വാതന്ത്ര്യം, അത് DPSP ഉള്ളത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. പൊതു തൊഴിൽ തുല്യ അവസരം, അതും ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പം ആൻസർ വരുന്നത് 3ഉം 4ഉമാണ് ഉൾപ്പെടാത്തത്. DPSPയിൽ ഉൾപ്പെടാത്തത് 3ഉം 4ഉം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്കു വേണ്ടി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ വിജിൽ ആണ് ആപ്ലിക്കേഷൻ. ചേരുംപടി ചേർത്തവ പരിശോധിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്തുക എന്നാണ്. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജ്ജം, അത് ശരിയാണ്. സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം, അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കൺകറന്റ് ലിസ്റ്റ് മധ്യ നിയന്ത്രണം ബാങ്കിങ്, തെറ്റാണ്. മധ്യ നിയന്ത്രണം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. ബാങ്കിങ് നമുക്കറിയാം യൂണിയൻ ലിസ്റ്റിലാണ്. അപ്പം 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പം ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ് ശരി. നിലവിലുള്ള കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കിരൺ റിജിജു ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക എന്നാണ്. 1993 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 1993 അല്ല, 98 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് ഉള്ളത് കമ്മീഷനുള്ളത്. ശരിയാണ്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ, അതും ശരിയാണ്. അപ്പോൾ ആൻസർ 2ഉം 3ഉമാണ് ശരി. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നാണ്. അഴിമതി നിയന്ത്രിക്കുന്നതിന്, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വബോധം ഉണ്ടാക്കുന്നതിന്, ശരിയാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്, അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പം ഇതിനകത്ത് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇത് ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ വേണ്ടി. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? വി ശിവൻകുട്ടി. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? 9. കേരളത്തിലെ സംസ്ഥാനത്തിന്റെ ഗവർണർ ആരാണ്? കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? NS മാധവനാണ് ലഭിച്ചത്. പല്ലിന്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. അവയിൽ ശരിയായ ജോഡി ഏവ? ഇത് ശരിയായിട്ടുള്ള ആൻസർ 3ഉം 4ഉമാണ് ശരി. ഇനാമലിന്റെയും ഡെന്റൈന്റെയും പ്രസ്താവനകൾ തന്നിരിക്കുന്നത് തെറ്റായിട്ടാണ് തന്നിരിക്കുന്നത്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് കൊടുത്തിരിക്കുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റി സെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജീവകം E ആണ്. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. കോളറ വൈറസ്, തെറ്റാണ്. കോളറ പരത്തുന്നത് വൈറസ് അല്ല, ബാക്ടീരിയ ആണ്. എലിപ്പനി ലെപ്റ്റോസ്പൈറ, ശരിയാണ്. സ്ട്രെപ് ടൈഫസ് വിബ്രിയോ കോളറ അല്ല, വിബ്രിയോ കോളറ കോളറയാണ് നമുക്കറിയാം. കുരങ്ങുപനി ബാക്ടീരിയ അല്ല, കുരങ്ങുപനി വൈറസ് ആണ്. അപ്പോൾ ആൻസർ 2 മാത്രമാണ് ശരി.
ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഏതാണ്? ആൻസർ അമൃതം ആരോഗ്യമാണ് ഇതിന് ഉത്തരമായിട്ട് വരുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജനിതക രോഗങ്ങൾ ഇന്നത്തെ ഹീമോഫീലിയ, സിക്കിൾ സെൽസ് അനീമിയയാണ് ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി. സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിരിക്കുന്നു. അതൊക്കെയൊന്ന് നോക്കാം. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ എഫോട്ടിക് മേഖല, അത് തെറ്റാണ്. 200 മീറ്റർ മുതൽ 100 മീറ്റർ വരെ 200 മീറ്റർ മുതൽ 1000 മീറ്റർ വരെ അറിയപ്പെടുന്നത് ഡിസ്ഫോട്ടിക് മേഖല എന്നാണ്. 1000 മീറ്ററിന് താഴെ ഡിസ്ഫോട്ടിക് മേഖല എന്നറിയപ്പെടുന്നത് തെറ്റാണ്. 1000 മീറ്ററിന് താഴെയാണ് എഫോട്ടിക് മേഖല എന്നറിയപ്പെടുന്നത്. ഇത് ന്യൂ SCERT-യിലുള്ള 9ാം ക്ലാസ്സിലെ ബയോളജിയിലുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ആൻസർ 1 മാത്രമാണ് ശരി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ് ആതിഥേയത്വം വഹിച്ച രാജ്യം. മെനിഞ്ചസൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ വികസിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? നൈജീരിയയാണ് ആൻസർ. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? അത് സെക്കൻഡ് ആണ്. സെക്കൻഡ് സമയത്തിന്റെ യൂണിറ്റ് ആണ്, ബാക്കിയൊക്കെ ദൂരത്തിന്റെ യൂണിറ്റ് ആണ്. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുൻപിൽ 10 സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വച്ചപ്പോൾ അതിലെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. -8 സെന്റിമീറ്റർ ആണ്. ഏറ്റവും മികച്ച പൊതുഗതാഗതം ഉള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം മുംബൈ. ChatGPT നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഇറ്റലി. കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? കാൽസ്യം കാർബണേറ്റ്. ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്തു സംഭവിക്കും? FeCl3H2 ഉണ്ടാകുന്നു. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം 10. ഡാഷ് ഉൽപാദനത്തിലുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. TiO2 ആണ്. അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? ബോയിൽസ് നിയമം. പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കാക്കനാട്. മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആര്? PJ ആന്റണി. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? 1 മാത്രമാണ് ശരി, ബാക്കി എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആര്? EV രാമകൃഷ്ണൻ. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഷാജി N കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള ആൻസർ. ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആര്? ജയ്പാൽ സിംഗ്. പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത്? ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാൻ. HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ്.
IMG ടാഗാണ്. ഒരു LAN ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം റൗട്ടർ. IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി CERT, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഇൻപുട്ട് ഉപകരണം സ്കാനർ. പോക്സോ നിയമം 2012 പ്രകാരം കുട്ടി ആയി നിർവചിക്കുന്നതിന് ആരെയാണ്? അത് 18 വയസ്സിൽ താഴെയുള്ളവരെയാണ് കുട്ടിയായിട്ട് നിർവചിക്കുന്നത്. കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്? 4 തവണ. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്ര? 5 വർഷമാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആര്? ജയന്തി പട്നായിക്. ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല എന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സനെ കൂടാതെ എത്ര അംഗങ്ങൾ ഉണ്ട്? 6 പേരാണ്. സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? 150. കോണുകൾ 5:3:4 എന്ന അംശബന്ധത്തിൽ ആയാൽ ത്രികോണത്തിലെ ചെറിയ കോൺ എത്ര? 45. Z is equal to x plus y യിൽ x is equal to -10, y is equal to 3 ആയാൽ z എത്ര? -7. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? 16. 6ന്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യം എത്ര? 19. 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ ചുറ്റളവ് ഒരു സമചതുരത്തിന്റെ ചുറ്റളവിനോട് തുല്യമായാൽ ആ ചതുരത്തിന്റെ വശം എത്രയായിരിക്കും? 35. ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്ന് 4-മതും പിന്നിൽ നിന്ന് 20-മതും ആയാൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? 23. 18 - 6 division 3 into 4 equals 10. -2/3 the whole cube into 3/5 the whole square equals -8/75. 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണ്? 18.69. 124 എന്ന സംഖ്യാശ്രേണിയിലെ 10ാം പദം എത്ര? 512. The modern technology makes it easier than ever to eavesdrop on electric communication. Find the options that is closer in the meaning to the underlined word. To stay away from a confidential discussions. Do you remember the passenger traveled yesterday without a ticket? Choose the suitable relative pronoun from the options given. Who? Martin ate the amounts of shawarma at the party, preferring to snacks on vegetables. Choose the superlative forms of adjectives from the option. Least. Pursuing a graduate degree from a reputable institutions these days can cost an arm and a leg. Expensive. Which one of the following words is an example of compound words consisting of a verb plus adverb pattern? Breakthrough. The of the royal family still preserve their traditions and cultural heritage. Pick out the correctly spelled word. Option B, descendants. Both used to fade when washed. Use the suitable question tag. Didn't it? Close the window. Change into passive voice. Let the window be closed. The principal ordered a dash of paper to print the student's hall ticket. Fill in the blank using the most suitable collective nouns
from the options given? Rain. The manager asked Raji, why didn't you come to the office yesterday? The manager asked Raji dash. Complete the reporter speech. Why she hadn't come to the office the previous day? Win plus തലം വിണ്ഠലം സന്ധി ഏത്? ആദേശസന്ധി. ക്ലീബം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? നപുംസലിംഗം. കൂട്ടത്തിൽപ്പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. മഞ്ഞ്. ശരിയല്ലാത്ത വിപരീത രൂപമേത്? ഉപജയം അപജയം. ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നവ ഏത്? ഓപ്ഷൻ എ ആണ് ആ ഇ എ. ചതയില്ലാത്തിടത്ത് കത്തിവയ്ക്കരുത് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം? ഫലമില്ലാത്തത് പ്രവർത്തിക്കരുത്. തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏത്? കവി കവിത്രി. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. ഒറ്റപ്പദം. പിപഠിഷു. സ്ത്രീ പുരുഷ നപുംസലിംഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ് സലിംഗ ബഹുവചനം. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരമേത്? തെങ്ങ്.